സകലതും അവന്റെ സൃഷ്ടിയാണ്. നീ ശ്വസിക്കുന്നത് അവന്റെ കരുണയാണ്, നീ കുടിക്കുന്ന വെള്ളം അവന്റെ കരുണയാണ്, നീ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ കൃപയാണ്. എന്നിട്ട് നമ്മൾ അവനെ തള്ളിക്കളഞ്ഞാണ് പ്രിയപ്പെട്ട മനുഷ്യന്റെ പാപം. കണ്ടോ, പാപം നമ്മളെ ദൈവത്തെ എത്രമാത്രം എതിർക്കുന്നു. യേശുക്രിസ്തു വെളിച്ചമാണ്. അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ വസിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചതിന്റെ കാര്യം അറിയാമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. കാരണം എന്താണ്? നീ മരിക്കേണ്ടവനാ. ദൈവ നിയമത്തിന് മുമ്പിൽ നീ കുറ്റക്കാരനാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഒരുപോലെ കുറ്റക്കാരാണ്. അത് വെളുത്തവരെന്നോ കറുത്തവരെന്നോ ഇല്ല, ബ്രാഹ്മണെന്നോ ശൂദ്രനെന്നോ ഇല്ല, അല്ലെങ്കിൽ കത്തോലിക്കെന്നോ മത്തോമയില്ല, മുസ്ലിം എന്നില്ല. എല്ലാ മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ കുറ്റക്കാരാണ്. എല്ലാവരും പാപിയുടെ മക്കളായതുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഒരുപോലെ നരകാഗ്നിയിലേക്ക് കൊടുക്കപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്നറിയാമോ? കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും നശിച്ചുപോയ നമ്മളെ ദൈവത്തിലേക്ക് വീണ്ടെടുക്കേണ്ടതിന്, പാപമോചനം തരേണ്ടതിന്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പ് അവൻ എന്റെയും നിന്റെയും പാപങ്ങളെ ചുമന്ന് നിനക്ക് പകരക്കാരനായിട്ട് ശിക്ഷ അനുഭവിച്ചു.